വാക്കുകൾ വിശ്വസ്തനായ സ്വർഗ്ഗ പിതാവേ, നല്ല മനോഹരമായ ആനന്ദത്തിനാടി നന്ദിയോടെ സ്തോത്രം ചെയ്തു. ആവശ്യമുള്ള ഹല്ലേലൂയ. ആരാധനയ്ക്കായി ദിവസത്തിൽ കടന്നിരുന്ന കൃപ ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നതാവേ, കഴിഞ്ഞ കാലമൊക്കെ എൻ്റെ പിതാവ് ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളിൽ പിതാവ് ഞങ്ങൾക്ക് നല്ലൊരു വിശ്വസ്തനുമായി കൂടെയിരുന്നു. അടികളുടെ ആവശ്യവും സഹായിച്ച നല്ല ദൈവത്തിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നതാവേ. അതിഥോളം വിശ്വസ്തോടെ ദൈവപ്രകാരം ജീവാനുള്ള കൃപ ഞങ്ങളിൽ ഓരോരുത്തരും തന്നെ ദൈവം സഹായിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥാവേ തന്നെ വാസ്തവമായിട്ട് ആരാധന ആരംഭം പോലെ അവസാനം വരെയും പരിശുദ്ധാത്മാവിനെ നേതൃത്വമാക്കപ്പെടുവാനെ ദൈവകൃപ എന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥാവേ. ഞങ്ങളുടെ പാഠ പ്രാർത്ഥന സംഘ സാക്ഷികൾ ഞങ്ങളുടെ മെസ്സേജൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥാവേ. അപ്പം ഞങ്ങൾ കടന്നു വന്ന പോലെ പ്രാർത്ഥാവേ, ആത്മാവിൽ ആരാധിച്ചു പ്രാർത്ഥിച്ചു പോകാനെ ദൈവകൃപ എന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാവേ. ദൈവം ഓരോ ദിവസം നടത്തുന്ന എല്ലാ വഴിക്കായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നതാവേ. ആദിപിതാക്കന്മാർ സത്യത്തിലും കാഴ്ചകളുടെ ഒന്നാം ദിവസം ദൈവത്തെ ആരാധിച്ച പോലെ ഏഴാടികളും ആരാധനകൾ കൃപ ദൈവം സഹായിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥാവേ നമ്മെ സഭയായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവേ. അതിനൊക്കെ ഈ ദിവസങ്ങൾ മറുപടി ദൈവത്തെ മോർപ്പെടുത്തുവാനെ ദൈവകൃപ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവേ നമ്മെ ശേഷാരോഗികളായിട്ടുള്ള ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മെ ഈ ആരാധനയെ വിടുതൽ പ്രാപിച്ചു മുടങ്ങി പോകാനെ ദൈവകൃപമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ ശേഷാ ചോദിച്ചാൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൈവത്തെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാവേ. വിശേഷാൽ ദേവദാസരെ യാത്രയിലായിരുന്നു സന്തോഷമായിട്ട് ദമ്മയുടെ ആളസിന് മടങ്ങി വന്ന് ഭവനത്തിൽ വിശ്രമിക്കുന്നു. ആ ദാസന് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥാവേ സൗഖ്യത്തോട് കൃപന്നു അതിനായി ദൈവത്തെ സ്വീകരിക്കാവേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസങ്ങളിൽ മറുപടി ദൈവത്തെ മോഹപ്പെടുത്തുവാനെ ദൈവകൃപ സഹായിക്കുന്ന പ്രാർത്ഥാവേ. അടികളുടെ പ്രാർത്ഥനയ്ക്ക് ആദർശമായിട്ട് ഞങ്ങളുടെ നോട്ടത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ ഞങ്ങളുടെ സംസാരങ്ങളൊക്കെ കുറവ് ക്ഷമിക്കവേ പ്രാർത്ഥിക്കുന്നതാവേ. ഈ ദൈവപിതാവ് ഞങ്ങളെ കുറിച്ചായി തീർന്ന് ആഗ്രഹിക്കുന്നു. അതും പ്രകാരം മാത്രമായി പിതാവിന് വേണ്ടി വിശ്വസ്തോടെ നിൽപ്പാരെ ദൈവകൃപ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥാവേ. അല്പസമയം ആരാധന ദൈവം സഞ്ചരിക്കുന്നു. ഇരിക്കുന്ന അനുഗ്രഹമാക്കി തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം എല്ലാം യേശു നദിയാണ് തന്നെ. നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്നത്. പിന്നെയും ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിന്റെ കർത്താവിന്റെ സ്നേഹത്തിനായി പരികരണയ്ക്കായി കൃപയ്ക്കായി നദിയോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ മരുഭൂ യാത്രയിൽ അവൻ ഹല്ലേലൂയ ക്ഷീണങ്ങളും ഭാരങ്ങളും വേദനകളും നിരാശകളും നിറഞ്ഞ ജീവിത മണ്ഡലങ്ങളിൽ അവൻ ഹല്ലേലൂയ നമുക്ക് പുതിയ ജീവനും പുതിയ ബലവും പുതിയ ശക്തിയും നമുക്ക് സമാധാനവും സന്തോഷവും നൽകി നമ്മെ അവൻ ഹല്ലേലൂയ പരിപാലിക്കുന്ന കർത്താവിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന പാട്ട് നമുക്ക് ചേർന്ന് നമ്മൾ പ്രാരംഭത്തിൽ പാടി ദൈവത്തെ വാഴ്ച ദൈവത്തിൻ സ്നേഹം ആയത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കുവർണ്ണിക്കാം ജീവിത സ്നേഹ
Stay
ഹല്ലേലൂയ ക്രൂശിൽ അവൻ ആ കർത്താവ് നമുക്ക് വേണ്ടി കാണിച്ചു തന്ന മാതൃക. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഒറ്റവരും ഉടയവരും ഒക്കെ നമ്മളെ വെറുക്കുമ്പോഴും, ഹല്ലേലൂയ സ്നേഹിതരൊക്കെ മാറിപ്പോകുമ്പോഴും, ആമേൻ ഹല്ലേലൂയ നമ്മളെ കരം പിടിച്ച് നമ്മളെ നടത്തുന്ന ആ കർത്താവിന്റെ ആമേൻ കരത്തിന്റെ ബലം അതാണ് നമ്മളെ നടത്തുന്നത്. ഹല്ലേലൂയ എന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ അവൻ കഴിയുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് അടുത്ത ഗാനം നമുക്ക് ചേർന്ന് പാടി അവൻ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അവൻ ആനന്ദവും പരമാനന്ദവും നൽകി തന്ന കർത്താവ്. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകി തന്ന, നമ്മുടെ ജീവിതത്തിൽ ബലം നൽകി തന്ന അവൻ ഹല്ലേലൂയ നമ്മളെ വീണ്ടെടുത്തവനായ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി വീണ്ടും വരുന്നവനായ കർത്താവിനെ ഹല്ലേലൂയ ഇന്ന് അവൻ ഹല്ലേലൂയ നന്ദിയോടെ അവൻ ഹല്ലേലൂയ നമുക്ക് ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചുകൊണ്ടുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാവിനാമേ. സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാവിനാമേ. ഈ പാട്ടലത്തിൽ സൃഷ്ടിക്കാത്തവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാട്ടലത്തിൽ സൃഷ്ടിക്കാത്തവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ.
Safeguarding us throughout the week, thank you for protecting us, Lord Jesus, thank you for blessing us, thank you for giving us your glory and giving us your graces and your mercies throughout this week, Lord Jesus, and thank you for giving us an opportunity to honor you and to worship you, Lord Jesus. Help us to live according to your will this week, Lord Jesus, and I pray for the rest of the meeting into your hands, Lord Jesus. I commit each and everything, Lord Jesus. In Jesus' name I pray, amen. Let's all stand together and read Psalm 71, verse by verse. In you, O Lord, I take refuge. Let me never be put to shame. Be to me a rock of refuge, to which I may continually come. For you have given the command to save me. For you are my rock and my fortress. For you, O Lord, are my hope, my trust, O Lord, from my youth. I have been as a portent to many, but you are my strong refuge. Do not cast me off in the time of my old age. Forsake me not when my strength is spent. And say, God has forsaken him. Pursue him and seize him, for there is none to deliver him. May my accusers be put to shame and confused. With scorn and disgrace, may they be covered who seek my hurt. My mouth will tell of your righteous acts, of your deeds of salvation all the day, for the number is past my knowledge. O God, from my youth you have taught me, and still I proclaim your wondrous deeds. Your righteousness, O God, reaches to the high heavens. You who have done great things, O God, who is like you? You will increase my greatness and comfort me again. My lips shall shout for joy when I sing praise to you, my soul also, which you have redeemed. Let's read the last verse together. Let's pray. Okay, just want to thank you so much for you was supposed to. Especially thank you for Sunday you've given us together, God Jesus. Especially thank you for the song you've given us, God Jesus. Help us to learn from the apply to our lives. Look forward to your plan, you have this, God Jesus. Bless me to be according to your plan. Jesus, I pray. Amen.
So as we can see from the heading of this psalm, there's no author given actually, so it's an anonymous psalm. But from the way that this psalm is actually written, many scholars believe that this psalm was probably written by David. Even in the first few verses, we can kind of see this. As we look at the first few verses, 1 to 3, you see that Psalms 31 almost mirrors this exactly, word for word, where he writes, "In you, O Lord, I take refuge. Never let me never be put to shame. In your righteousness, deliver me and rescue me. Incline your ear to me and save me. Be a rock of refuge to which I may continually come. You have given the command to save me. You are my rock and my fortress." So this gives us some good context into the psalm, and that it is most likely written by David. And if we continue reading, we can see that in verses 5 through 13, David starts off by talking about the past and how the Lord has helped him in the past. These verses, especially as we read 5 through 7, "For you, O Lord, are my hope and my trust. O Lord, from my youth. Upon you I have leaned from before my birth. You are he who took me out of my mother's womb. My praise shall be continually of you." These verses are especially true in David's life. As we know from his young age, no one really cared for him. Even his own father sent him out to tend the sheep. And later in his life, even when Saul and his own family, no one really cared for him. And that's why David writes, "Upon you have I leaned from before my birth." So his only hope was truly in God. That's why in verse 7 we read this following verse, "I have been a portent to many, but you are my strong refuge." Here the verse portent actually means a sign or a wonder. And in many ways this was also true in David's life. From a young age he became a sign and wonder after he killed Goliath. And that's why they created a song about it and used it to taunt Saul, and which ended up causing him even more problems. And I was looking at the history of when David was anointed to the time when he became king. Some 15 years elapsed during that time. So this shows the great patience David had. Even through all of this, he never gave up his faith in God and continued to praise and put him first. That's why he writes in this psalm, he was assigned to others, but his refuge was always in God. And then in verse 9, he continues by saying, "Do not cast me off in my time of old age. Forsake me not when my strength is spent." Many scholars actually believe that this psalm was written near the end part of David's life, when he was dealing with Absalom's rebellion. That's why you can see throughout David's life, he faced many struggles, and even in the later part of his life, that did not change. He always put God first and had his reliance on God. And because of that, God was able to use him mightily even in the later part of his life, just like he used him much in the earlier part of his life. And if we continue reading, we can see that from 5 to 13, as looking in the past, he moves from, in verses 14 to 21, to looking into the future. As we read in verses 14 to 15, but I hope continually I will praise you yet more and more. My mouth will tell of your righteous acts and of your deeds of salvation all day, for their number is past my knowledge. Even in the midst of all David's troubles in his life, he always put his hope in God. Even in his old age, he was always praising God. Not only that, he wanted to also impart this to the next generation, to tell them what God could do for them. That's why in verse 16 he writes, "I will remind them." And in verse 17 he says, "I will proclaim your wondrous deeds." And in verse 18 he writes, "So even in my old age and gray hairs, O God, do not forsake me until I proclaim your might to another generation, your power to those to come." So even in his old age, with many struggles he encountered, he never gave up his hope and faith in God. That's why from going from the past to talking into the future, David then ends up closing the psalm, even praising God at the end, as we see in the last few verses. "I will also praise you with the harp for your faithfulness, O my God. I will sing praises to you with the lyre, O Holy One of Israel. My lips shall shout for joy when I sing praise to you, my soul also, which you have redeemed." And so, in many ways, this psalm is a great lesson for each of us here today. Many of us probably have never faced the type of struggles David faced in his lifetime. But he serves for us today as a great example of what we can do when struggles and challenges do come our way. We should put our faith and hope in God and never give up, no matter the circumstance or situation we find ourselves in. And no matter the age, we should continue to praise God and share his hope that we have in God with those around us and with the generation to come. And I pray that these words would be a blessing. Please continue to pray for me and my family. ബ്രദറിൻ്റെ അരികെയുള്ള ഒരു സംഗീതം കേൾക്കുവാൻ ദൈവം കൃപന്നു. ഒരേ കുടുംബമായിട്ട് ധാരാളം അരികയുടെ 71ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 18ാമത്തെ വാക്യം പലപ്പോഴൊക്കെ ഞാൻ വായിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. വരാനുള്ള
തലമുറയോടുള്ള ദൈവത്തെക്കുറിച്ചുള്ള അറിയിക്കാനും അതുപോലെ പ്രായമായിരിക്കുന്ന സമയത്ത് ദൈവം പരിപാലിച്ചെടുത്ത ദൈവമാണ്. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇനിയൊരു ഇംഗ്ലീഷ് കൊയർ പാട്ട് പാടുന്നതായിരിക്കും. അതിനുശേഷം കുഞ്ഞുങ്ങളും മെമ്മറി വേഴ്സസ് പറയും. അതിനെ കുഞ്ഞുങ്ങളെ ക്ഷണിച്ചു കൊടുക്കും.
1. Believe in the Lord Jesus Christ and you will be saved, you and both your household. Psalms 20 verses 7. Some people believe in chariots, some people believe in horses, but we should believe in the true and the Lord our God. Your word is a lamp to my feet and a light to my path. Psalms 20, 19, 105. Your word is a lamp to my feet and a light to my path. James 4:7. Submit yourselves therefore to God, resist the devil, and he will flee from you. Cast all your anxiety on him because he cares for you. 1 Peter 5:7. Yes. Anxiety. On him because he cares for you. Jesus said to them, I am the bread of life. He who comes to me shall never hunger. He who believes in me shall never thirst. John 6 verse 35. Amen. Psalm 139:30. Oh, you create my in-laws big, you need me to get in my mind as well. What we have received is not the spirit of the world, but the spirit who is from God, so that we might understand what God has freely given to us. 1 Corinthians 2 verse 12. Amen. Psalm 91 verses 1 to 4. Whoever dwells in the shelter of the Most High will find rest in the shadow of the Almighty. I will say of the Lord, He is my refuge and my fortress, my God in Him I trust. Surely He will save you from the fowler's snare and from the deadly pestilence. Proverbs 2:10 to 11. When wisdom enters your heart and knowledge is pleasant to your soul, discretion will preserve you, understanding will keep you. And the root of Jesse will rise up and will rule among the nations. In him the Gentiles will hope. And let the God of hope give you peace as you abound in him with the power of the Holy Spirit. Romans 15 verses 12 to 13. He who troubles his own house will inherit the land, and the fool will be servant to the wise. The righteous will flourish like foliage, but the wicked will fall. The vertical righteous is the tree of life. Proverbs 11 verses 28 to 30. മഹോന്നതനെ മഹോന്നത
നാഥനെ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം സുന്ദരരൂപനെ കാണാം വേഗം വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ഞങ്ങളുടെ സ്നേഹവന്ദനം. ഞങ്ങൾക്ക് ഒരുമിച്ച്
ഈ വാത്സല്യ സഭയിൽ ഇപ്രകാരം ചില ദിവസങ്ങൾ വീണ്ടും ആയിരിക്കാൻ കർത്താവ് നൽകിയ സൗഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വിശുദ്ധ ആരാധന ലീഡ് ചെയ്യുന്ന പ്രിയ തോമസ് അങ്കിള് കുടുംബം, അതുപോലെ തന്നെ ഈ ശുശ്രൂഷയിൽ വിവിധ നിലകളിൽ ഭാഗവാക്കായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ നിങ്ങൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ഈ സഭയുടെ പാസ്റ്ററായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷയിലായിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ, എൻ്റെ കുടുംബം തേജു സഹോദരിയുടെ ആയിരിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവദാസൻ, പിതാവ്, മാതാവ്, കുഞ്ഞുങ്ങള് ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്ത് ദൈവം അവരെ സൂക്ഷിച്ചതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ലില്ലി എൻ്റെ വൈഫ് ഓർപ്പിച്ചതുപോലെ വിരഹിതമെങ്കിൽ നാളെ ഞങ്ങൾ മടങ്ങി അറ്റ്ലാന്റയിലേക്ക് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വീണ്ടും നന്ദി അറിയിക്കുകയാണ്. ആമേൻ. ബെനയായുടെ ബർത്ത്ഡേയുടെ ദിവസമാണല്ലോ വൈകിട്ട്. നമുക്ക് ഒരുമിച്ച് ആ കൂട്ടായ്മയിൽ പങ്കുകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും എല്ലാവർക്കും നന്ദി അറിയിക്കുകയും അതോടൊരുമിച്ച് സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ചില നിമിഷങ്ങൾ തിരുവചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ്. 12 മണിക്ക് ആശീർവാദം പറയണമെന്നുള്ളതാണ് ഇന്നത്തെ തീരുമാനം. അതുകൊണ്ട് തുടർന്നുള്ള കറക്റ്റ് 25 മിനിറ്റ്സ് ഞങ്ങൾ ബോംബെയിലായതുകൊണ്ട് പഞ്ച്വാലിറ്റിയെ കുറിച്ച് ആരും എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കൃത്യസമയത്ത് വളരെ കൃത്യതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളോട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ വചന ശുശ്രൂഷ ഞാൻ നിർത്തുന്നതായിരിക്കും. അതുകൊണ്ട് ആരെയും ഞാൻ ബോറാക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരുന്നാൽ മതി. സമയത്ത് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തെ അധികരിച്ചാണ് ചില നിമിഷങ്ങൾ വചനം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം നമുക്കത് മലയാളത്തിൽ ഒന്ന് വായിച്ചു കേൾക്കാം. അതോടൊരുമിച്ച് ഇംഗ്ലീഷിൽ നമുക്കത് ശ്രദ്ധിക്കാം. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. But as for you, you meant evil against me, but God meant it for good, in order to bring it about as it is this day, to save many people alive. ഈ വാക്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്കിൽ ഞാൻ പ്രാർത്ഥിക്കട്ടെ. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഇതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന ആ ദൈവിക സന്ദേശം ദൈവഹിത പ്രകാരം ഇവിടെ ദൈവജനത്തോട് സംസാരിപ്പാൻ ദൈവാത്മാവടിനെ ഇടയാക്കണമേ. അങ്ങയുടെ നിയോഗം, അങ്ങയുടെ അധികാരം, അതിനുള്ള കൃപ അടിയന്റെ മേൽ പകരണം. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ ദൈവജനത്തിന്റെ മേലും ഈ വചനം, ഈ സന്ദേശം ഒരനുഗ്രഹമായി ഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം. അതിനായി സമർപ്പിക്കുന്നു കർത്താവായ യേശുവിൻ നാമത്തിൽ തന്നെ. ഈ വാക്യം ഇങ്ങനെയാണ് നമ്മളിവിടെ വായിച്ചത്. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഈ മെസ്സേജിൽ ഞാൻ സാധാരണ ദേവദാസന്മാർ പ്രസംഗിക്കുന്നത് പോലെ ഒരു ഹെഡിങ്ങും ആ പോയിന്റുകളും ഒന്നും പറയാതെ ദൈവത്തിരുന്ന നിലയിൽ സാധാരണ സംസാരിക്കാറുണ്ട്. എന്നാൽ ഈ മെസ്സേജിനൊരു ഹെഡിങ് ഉണ്ട്. ആ ഹെഡിങ് ഇങ്ങനെയാണ്: ദോഷത്തെ ഗുണമാക്കി തീർക്കുന്ന ഒരു ദൈവം. ചിലപ്പോഴൊക്കെ നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവ് എന്ന് പറയുന്നത് വളരെ പരിമിതമായ ഒരു അറിവാണ്. നമ്മുടെ ദൈവം ആരെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയും: എൻ്റെ ദൈവം സ്നേഹമാണ്, എൻ്റെ ദൈവം രക്ഷിക്കുന്നവനാണ്, രക്ഷകനാണ്, എൻ്റെ ദൈവം എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കുന്നവനാണ് എന്നൊക്കെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ ഈ വാക്യത്തിൽ നമ്മൾ ആരും സാധാരണ പറയാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രത്യേക വിഷയമാണ് നമ്മൾ കാണുന്നത്. ഇത് പറയുന്നത് യോസഫാണ്. എൻ്റെ ദൈവം ആരാണെന്ന് എനിക്കറിയാം. ആ ദൈവം ദോഷത്തെ ഗുണമാക്കി മാറ്റുന്ന ഒരു ദൈവമാണ്. അതിന്റെ അർത്ഥം ഇതാണ്. സഹോദരന്മാരോടാ പറയുന്നത്, ചേട്ടന്മാരോടാ പറയുന്നത്. രൂപൻ മുതൽ സ്തോത്രം
നഫ്താലി വരെയുള്ള തൻ്റെ ജ്യേഷ്ഠന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എത്ര ദോഷം വേണമെങ്കിലും ചെയ്തു, പക്ഷെ എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ ദോഷത്തെ എനിക്ക് ഗുണമാക്കി തീർക്കുന്ന ദൈവമാണ്. അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കില്ല. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവരെല്ലാം ജനിച്ചത് ഒരൊറ്റ കുടുംബത്തിലാണ്, ഒരൊറ്റ അപ്പന്റെ ആമേൻ 2 ഭാര്യമാരാൽ പിറക്കപ്പെട്ട 12 മക്കളിൽ 11ാമനായ ആമേൻ യോസഫാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യം എനിക്ക് എന്റെ ദൈവത്തെ കുറിച്ച് അറിയാം. ചേട്ടന്മാർക്ക് ആർക്കും ഇത് മനസ്സിലായിട്ടില്ല, മറ്റുള്ളവർക്ക് ആർക്കും മനസ്സിലാകാത്ത ഈ സത്യം എനിക്ക് എന്റെ ദൈവത്തെ കുറിച്ച് അറിയാം. അത് താൻ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം താൻ ഇങ്ങനെ പറയുക: എന്റെ ദൈവം ദോഷത്തെ ഗുണമാക്കി മാറ്റുന്ന ദൈവമാണ്. ആമേൻ. ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ എത്ര ദോഷം വേണമെങ്കിലും ചെയ്തു, എത്ര വേണമെങ്കിലും ചെയ്തു. അവൻ ഒത്തിരി ഞാൻ അനുഭവിച്ചു, ഇനിയും വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ദോഷമൊന്നും ദോഷമായിട്ട് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. നിങ്ങൾക്കും എനിക്കും നടുവിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ ദോഷത്തെ എന്റെ ജീവിതത്തിലേക്ക് ഗുണമാക്കി മാറ്റി തരുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദോഷത്തെ ചൊല്ലി ഞാൻ പരിഭവിക്കത്തില്ല, നിങ്ങളുടെ ദോഷത്തെ ചൊല്ലി ഞാൻ ഒന്നുമേ പറയത്തില്ല. കാരണം എന്റെ ദൈവം ഉള്ളിടത്തോളം നിങ്ങളുടെ ദോഷം എനിക്കൊരു പ്രശ്നമേ അല്ല. സ്തോത്രം. അല്ലെങ്കിൽ ഇതാണ് ഒരു ദൈവ പൈതലിന് വേണ്ടിയ കാഴ്ചപ്പാട്. ദിസ് ഈസ് ദ ആമേൻ എന്താ പറയുന്നത്, നമ്മുടെ വിഷൻ ഇതായിരിക്കണം. നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്കറിയാമെങ്കിൽ പിന്നെ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യം ഇല്ല, പരിഭവിക്കേണ്ട ആവശ്യം ഇല്ല, ആമേൻ നമ്മുടെ മനസ്സ് വിഷമിക്കേണ്ട ആവശ്യം ഇല്ല. സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ 1-2 കാര്യങ്ങളോട് പറയട്ടെ, എളുപ്പം പറഞ്ഞു പോകാം. ആ പോയിന്റ് മാത്രം ഞാൻ പറഞ്ഞ് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ 4ാമത്തെ തലമുറയിൽ പെട്ടവനാണ് ഈ വാക്ക് പറയുന്നത്. നമുക്കറിയാം, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിന്റെ മകനാണല്ലോ യോസഫ്. 4ാമത്തെ തലമുറ. ഇതിനർത്ഥം പിതാക്കന്മാർ ഈ 4ാമത്തെ തലമുറയിൽ. സ്തോത്രം. തലമുറകൾ പലതും മാറി. അബ്രഹാമിനെ ദൈവം വിളിച്ചു, അബ്രഹാം അവൻ അത് അനുഭവിച്ചു. ഇസ്ഹാക്കിനെ ദൈവം നിലനിർത്തി, ഇസ്ഹാക്കും അത് അനുഭവിച്ചു. യാക്കോബിനെയും ദൈവം നടത്തി. ആമേൻ. പക്ഷെ 4ാമത്തെ തലമുറയായിട്ട് ആത്മീകത്തിന് കുറവില്ല. ആത്മീകത്തിൽ നല്ല കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടാണ് ദൈവത്തെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ആമേൻ ഈ യോസഫിന് പറയുവാൻ കഴിയുന്നത്. ഞാനിങ്ങനെ പറയട്ടെ, അവൻ അമേരിക്കയുടെ ദേശത്ത് നമ്മെ കൊണ്ടുവന്ന് എത്ര അനുഗ്രഹിച്ചാലും, എത്ര ഉയർത്തിയാലും, എത്ര തലമുറകൾ നമ്മൾ പിന്നിട്ടാലും ഒരു കാര്യം മറന്നു പോകരുത്: നിന്റെ ദൈവം ആരാണെന്ന് നീ മറക്കുവാൻ ഇടയാകരുത്. അത് തലമുറകൾ പിന്നത്തേതിൽ പറയണമെങ്കിൽ അത് തലമുറകളിലേക്ക് നമ്മൾ ഒരു കൈമാറ്റം നടത്തുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദോഷം ചെയ്ത ജ്യേഷ്ഠന്മാരെ കുറിച്ചും ദോഷം അനുഭവിച്ച അനുജനെ കുറിച്ചും ഞാനൊന്ന് കമ്പയർ ചെയ്യട്ടെ. സ്തോത്രം. ദോഷം ചെയ്ത അവൻ ജ്യേഷ്ഠന്മാര് ഇന്നും യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ പഴയ നിലവാരത്തിൽ തന്നെ ജീവിക്കുമ്പോൾ ദോഷം അനുഭവിച്ച അനുജനെ സ്വർഗത്തിലെ ദൈവം ഉയർത്തിയത് എത്ര ശ്രേഷ്ഠകരമായിട്ടാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദോഷം ചെയ്ത രൂബേനും ശിമയോനും ലേവിയും യഹൂദയും ഒക്കെ ഇന്നും നടക്കുന്നത് അവൻ കഴുതപ്പുറത്താണ്. യാത്ര ചെയ്യുന്നത് ഇന്നും കഴുതപ്പുറത്താണെങ്കിൽ മിസ്രൈമിലെ 2ാം രഥത്തിൽ അവൻ ഒരു പൈസ മുടക്കാതെ യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം അപ്പം കൊടുത്തതല്ല, അമ്മ കൊടുത്തതല്ല, ജ്യേഷ്ഠന്മാർ കൊടുത്തതല്ല, കുടുംബം കൊടുത്തതല്ല, ആരും കൊടുക്കാത്തതൊന്ന് സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി കരുതി. മിസ്രൈമിലെ 2ാം രഥത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവൻ തന്റെ ജീവിതത്തെ
അവൻ യാഥാർത്ഥ്യമാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം അവന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയുന്നത് ആ ഭാഗം അവരിൽ നിന്ന് കഴുതപ്പുറത്ത് നടക്കുമ്പോൾ, കാളവണ്ടിയിൽ നടക്കുമ്പോൾ, യോസഫ് നടക്കുന്നത് റോൾസ് റോയ്സിലാണ്. നിങ്ങൾക്കത് മനസ്സിലായി ഞാൻ ചിന്തിക്കുകയാണ്. കാരണം അന്നത്തെ മിസ്രൈമിലെ 2ാം രഥമെന്ന് പറയുന്നത് ഇന്നത്തെ റോൾസ് റോയ്സിന് ഇക്വലന്റ്. അങ്ങനെയുള്ള ഒരു വ്യത്യാസം തന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ഈ ദോഷത്തിലൂടെ തന്റെ ജീവിതം കടന്നു പോയപ്പോൾ ഒന്നും താൻ തിരിച്ചു പറയുവാൻ പോയില്ല. ദൈവം നോക്കിക്കൊള്ളട്ടെ, ദൈവം പറഞ്ഞുകൊള്ളട്ടെ എന്ന് താൻ ചിന്തിച്ചു മിണ്ടാതിരുന്നതേ ഉള്ളൂ. നമ്മുടെ വേദപുസ്തകത്തിലെ വാക്യം പറയാറുണ്ടല്ലോ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം അങ്ങ് അറിഞ്ഞുകൊള്ളുവിൻ. ചില സമയത്തൊക്കെ നമ്മൾ മിണ്ടാതിരിക്കുന്നത് തീർച്ചയായും നല്ലത് തന്നെ. ഈ യോസഫ് താൻ കൊച്ചായിരുന്ന വേളയിൽ അവരുടെ അടുക്കൽ കടന്നു വന്നു. ഒരു 17 വയസ്സ് മാത്രം പ്രായമുള്ള വേളയിൽ ചേട്ടന്മാരൊക്കെ സീനിയേഴ്സാണ്. ഇവരുടെ മുമ്പിൽ ഈ യോസഫ് ചെല്ലുന്നത് 17 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ്. 17 years of age. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ആ സമയത്ത് താൻ അനുഭവിക്കാൻ തുടങ്ങിയതാണ്. അന്ന് താൻ അനുഭവിക്കുവാൻ തുടങ്ങിയതാണ്. ഇന്ന് ഈ സ്ഥാനത്ത് താൻ വരുന്നത് വരെ നീണ്ട 13 വർഷം, 30ാമത്തെ വയസ്സിലാണ് ഫറവോന്റെ സന്നിധിയിൽ താൻ നിന്നത്. ആ 30 വയസ്സ് വരെ 13 നീണ്ട വർഷക്കാലം അനുഭവിക്കാവുന്നതല്ല. പല നിലകളിൽ പല ഇടങ്ങളിൽ നിന്ന് അനുഭവിച്ചിട്ടും ഒരിക്കൽ പോലും തന്റെ ദൈവത്തെ താൻ മറുത്തു പറയുവാൻ തയ്യാറായില്ല. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ, തന്റെ ദൈവം ആരാണെന്ന് യോസഫിനറിയാം. എന്നോട് ഇടപെട്ട ദൈവം, എന്നോട് ചെറുപ്പത്തിലെ സംസാരിച്ച ദൈവം, എന്റെ ജീവിതത്തെ കുറിച്ച് അവനൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിൻ പ്രകാരം എന്റെ ജീവിതത്തിൽ സകലതും നിവർത്തിയാകും എന്നുള്ള ആ വലിയ പ്രത്യാശ, ആഴമായ വിശ്വാസം, ആഴമായ കാഴ്ചപ്പാട് തന്റെ ജീവിതത്തെ യാതൊരു നിലയിലും പിടിച്ചു കുലുക്കുകയില്ല. അതെല്ലാം സഹിച്ചു മുന്നോട്ട് പോകുവാൻ ദൈവം തനിക്ക് കൃപ കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തിന്മകൾ കടന്നു വരുമ്പോൾ, തിക്താനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, വേദനപ്പെടുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ പെറുപെറുക്കുകയല്ല ചെയ്യേണ്ടത്, അവിടെ നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഞാൻ ഇങ്ങനെ പറയട്ടെ, യോസഫ് പറഞ്ഞതുപോലെ ഒന്ന് പറയുവാൻ കഴിയുമോ? അവൻ എന്റെ ദൈവം ദോഷത്തെ ഗുണമാക്കി മാറ്റുന്ന ഒരു ദൈവമാണ്. അവൻ ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, പക്ഷെ എന്റെ ജീവിതത്തെ അത് ലേശാതെ വണ്ണം എന്നെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്നും ഓർത്ത് ഭാരപ്പെടത്തില്ല, അതൊന്നും ഓർത്ത് പിറുപിറുക്കത്തില്ല, അതൊന്നും ഓർത്ത് ഞാൻ സങ്കടപ്പെടത്തില്ല, അതൊന്നും ഓർത്ത് ഞാൻ ദുഃഖിക്കപ്പെടത്തില്ല. കാരണം എന്റെ ദൈവം ആ ദോഷത്തെ എല്ലാം ഗുണമാക്കി മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. അപ്പനില്ലാത്ത കാഴ്ചപ്പാടാണ് ഇവരെ കിട്ടിയേക്കുന്നത്. അപ്പനില്ലാത്ത കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ജേക്കബിനില്ലാത്ത കാഴ്ചപ്പാടാണ് ജോസഫിന് കിട്ടിയേക്കുന്നത്. ജേക്കബിനില്ലാത്ത കാഴ്ചപ്പാട് ഞാൻ പറയുന്നതിന്റെ കാരണം ഇതാ, അപ്പനാണെങ്കിൽ 2 പ്രാവശ്യം കളിപ്പിച്ചവരാണ്. ആരെയൊക്കെ കളിപ്പിച്ചെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തുവാ? മറ്റുള്ളവരെ കബളിപ്പിക്കുക. സ്തോത്രം. ആദ്യം ആരെ കബളിപ്പിച്ചു? ജ്യേഷ്ഠനെ കബളിപ്പിച്ചല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. യാക്കോബിന്റെ ജ്യേഷ്ഠൻ ഏശാവിനെ താൻ ആദ്യം കബളിപ്പിച്ചു. അതിനുശേഷം അപ്പനെ കബളിപ്പിച്ചല്ലേ? അതിന്റെ അർത്ഥം തന്റെ പിതാവ് കബളിപ്പിക്കലിന്റെ ഒരു ആശാനാണെങ്കിൽ മകന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ആരെയും കബളിപ്പിച്ചതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല. എല്ലായിടത്തും താൻ ദൈവത്തിൽ ആശ്രയിച്ച് നിലനിൽക്കുവാൻ ഇടയായി. ദൈവം നോക്കിക്കൊള്ളട്ടെ, ദൈവം എന്റെ കാര്യം നടത്തി തരും, ദൈവം എനിക്ക് വേണ്ടി കരുതും, ദൈവം എന്നെ മാനിക്കും. അത് മാത്രമായിരുന്നു യോസഫിന്റെ ചിന്ത. അങ്ങനെയെങ്കിൽ ഇത് പകലക്കാലം ഡെൻവറിലെ ഷാലേം ചർച്ച് ഓഫ് ഗോഡിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതേ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ കടന്നു വന്നാൽ ഒരിക്കലും നമ്മൾ സങ്കടപ്പെടേണ്ടി വരത്തില്ല. എല്ലായിടത്തും ദൈവം നമ്മെ ജയോത്സവമായി നടത്തുവാനിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. അമ്മയോ? അമ്മ മോശമാണോ? ആരാ അമ്മ? പ്രൈസ് ദി ലോർഡ്. റാഹേലല്ലേ? റേച്ചൽ. മോശമാണോ? അപ്പന്റെ ബിംബങ്ങളെ എടുത്ത് അവൻ ഇരിക്കുന്ന ഒട്ടകക്കോപ്പിന്
കാട്ടിനകത്ത് ഇട്ടിട്ട് അതിന്റെ മേളിൽ കയറി ഇരുന്ന അമ്മ പറഞ്ഞത് എന്തുവാണ്? അവൻ സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നത് കൊണ്ട് അപ്പനോട് പറയുക, യാതൊരു സത്യമല്ല പറയുന്നത്. കള്ളൻ അപ്പൻ പറഞ്ഞു, പിതാവ് യാക്കോബിന്റെ പിതാവ് കള്ളനാണെങ്കിൽ അമ്മ ബഹുകള്ളിയ. ഏത് കള്ളത്തരം എവിടെ വിളിച്ചു പറയുന്നതിന്, അപ്പന്റെ മുഖത്ത് നോക്കി പറയുന്നതിന് ലജ്ജയില്ലാത്ത ഒരു വ്യക്തിയാണ് മാതാവ്. പക്ഷെ യോസഫ് ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും കള്ളം പറഞ്ഞതായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയോ എന്തെങ്കിലും വിഷയത്തിൽ ഒരു ദിവസം കള്ളം പറഞ്ഞതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ എന്നും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. അതിന്റെ അർത്ഥം അപ്പന്റെ സ്വഭാവവുമില്ല, ഈ മകന് അമ്മയുടെ സ്വഭാവവുമില്ല. മറിച്ചേത് സ്വഭാവമാണ്? ദൈവം കൊടുത്ത ഒരു സ്വഭാവം. നമ്മളെ പലപ്പോഴും പുകഴും നമ്മുടെ പാരമ്പര്യത്തിൽ, അല്ലേ? എന്റെ അപ്പനാരെന്നറിയാമോ? നമ്മളൊക്കെ പറയാറില്ലേ? എന്റെ അപ്പനാരെന്നറിയാമോ? പുള്ളി ആരാ? അവൻ മോശമൊന്നും അല്ല. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അമ്മ ആരാണെന്ന് അറിയാമോ? സ്തോത്രം. നമ്മളൊക്കെ പലപ്പോഴും പുകഴുന്നത് അവൻ നമ്മുടെ ലോകപ്രകാരമുള്ള അപ്പനിലും അമ്മയിലും. ഞാൻ പുകഴുണ്ടെന്നല്ല പറഞ്ഞത്. അവരൊക്കെ നല്ലവരായിരുന്നുവെങ്കിൽ അവരെ ഓർത്ത് നിങ്ങൾ പ്രശംസിച്ചു കൊള്ളുക, അവരുടെ നല്ല മാതൃക നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. പക്ഷേ നമ്മുടെ ചിന്തയും നമ്മുടെ വികാരവും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം യേശു കർത്താവാണ്, നമ്മുടെ ദൈവമാണെന്നുള്ള ചിന്തയാണ് നമ്മെ ഭരിക്കേണ്ടത്. അതാണ് നമ്മെ നടത്തേണ്ടത്. സ്തോത്രം. ഇനി ചേട്ടന്മാരാണെങ്കിൽ മോശമാണ്. ഹല്ലേലൂയ. രൂപൻ ആമേൻ വീട്ടിലെ മൂത്തയാളാ, അല്ലേ? ആമേൻ. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പന്റെ ആമേൻ സ്തോത്രം വെപ്പാട്ടിയോട് ഒരുമിച്ച് ആമേൻ ശയിച്ചവനാണ് ആര്? മൂത്തജ്യേഷ്ഠൻ. ഹല്ലേലൂയ. രൂപന്റെ കാര്യം പറയുന്നത്. സ്തോത്രം. ആമേൻ. രണ്ടാമൻ ആരാ? ശിമയോൻ. സ്തോത്രം. ശിമയോൻ എന്താ ചെയ്തത്? ലേവി എന്താ ചെയ്തത്? ഹല്ലേലൂയ. ഒരു ഗ്രാമത്തിൽ ഒരു അവൻ പട്ടണത്തിൽ ഉണ്ടായിരുന്ന സകലരെയും അവൻ വാളുകൊണ്ട് അവൻ കൊന്ന് വെട്ടി നുറുക്കിയ അവരുടെ കോപം ശമിക്കപ്പെട്ടതെന്ന് പിതാവ് പറയുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. ഉഗ്ര കോപത്തിന്റെ ഉടമകളാണ് ആര്? ശിമയോനും ലേവി. സ്തോത്രം. യഹൂദയാണെങ്കിലോ അവൻ കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. യഹൂദയാണെങ്കിൽ സ്വന്തം മരുമകളോട് ഒരുമിച്ച് ശയിച്ചവളാണ്. സ്തോത്രം. സ്വന്തം മരുമകള് താമാറിനോട് ഒരുമിച്ച്. പക്ഷേ യോസഫിന്റെ ജീവിതത്തിൽ മോക്ക കിട്ടിയിട്ടും അവൻ സാഹചര്യം കിട്ടിയിട്ടും വിവസ്ത്രനായിട്ട് വരേണ്ടി വന്നിട്ടും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. തനിക്കറിയാം തന്റെ ദൈവം ആരാണെന്ന്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു ദൈവമകന് തകർന്നു പോകുകയല്ല, ഒന്നും ചെയ്യാനിട്ട് അവൻ കാരാഗ്രഹത്തിൽ താൻ അടയ്ക്കപ്പെട്ടപ്പോഴും അവിടെയും പിറുപിറുക്കുകയല്ല ചെയ്തത്. അവിടെയും ചെയ്യേണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ടവനായി ആ കാരാഗ്രഹത്തിലും തന്റെ ജീവിതം കഴിക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ യോസഫായി പറയുന്ന ഈ വാക്ക് എന്താണെന്നറിയാമോ? അവൻ എന്റെ ദൈവം നിങ്ങളുടെ ദോഷത്തെ എനിക്ക് ഗുണമാക്കി തീർക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. 41-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ അവിടെ നമുക്ക് കാണാം 42-ന്റെ 42-21 നിങ്ങൾ നോക്കിക്കേ. അവൻ ഇത് യോസഫിനെ കുറിച്ച് സഹോദരന്മാർ പറയുന്ന ഒരു വാക്യമാണ്. ഈ വാക്യം വായിച്ചേ. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടാരെയും അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് അവർ തമ്മിൽ പറഞ്ഞു. Then they said to one another, "We are truly guilty concerning our brother, for we saw the anguish of his soul when he pleaded with us, and we would not hear. Therefore this distress has come upon us." ഇത് സഹോദരന്മാർ തമ്മിൽ നാളുകൾക്ക് ശേഷം പറയുന്ന ഒരു സംഭാഷണമാണ്. ആ സംഭാഷണത്തില് ഇങ്ങനെയാ പറയുന്നത്, അവൻ നമ്മോട് കെഞ്ചിയിട്ടു. അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഏറ്റവും അനുജനാണ്. ആ അനുജൻ സ്വന്തം സഹോദരങ്ങളുടെ മുമ്പിൽ നിന്ന് കെഞ്ചിയിട്ടും ഈ ചേട്ടന്മാർക്ക് ഒരു ദയ കാണിക്കുവാൻ അവൻ അവരുടെ ജീവിതത്തിൽ തോന്നിയില്ല. പക്ഷേ ഇന്ന്
യോസഫിന്റെ മുമ്പിൽ ഇവർ വീണ് കിടക്കുമ്പോഴും അവൻ യോസഫിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴുകി ചെല്ലുന്നത് തന്റെ മനസ്സിൽ ദൈവം കൊടുത്തതായ. ഇതാ നമ്മൾ പാഠമാക്കേണ്ടത്, ഇതാ നമ്മൾ പഠിക്കേണ്ടത്. പകരത്തിന് പകരം ചെയ്യുവാനല്ല ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ദോഷത്തെ ദോഷം കൊണ്ട് നേരിടുവാനല്ല ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. നന്മയാൽ തിന്മയെ ജയിക്കുവാനാ സ്വർഗത്തിലെ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ക്രിസ്തുവിനെ പോലെയാകുക, അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ധർമ്മം, അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വം. ക്രിസ്തു കാണിച്ചത് നമ്മുടെ ജീവിതത്തിലൂടെ കാണിക്കുക. അല്ലെങ്കിൽ പേര് കൊണ്ടാണോ നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്? എവിടെ വെച്ച്? അന്ത്യോക്യയിൽ വെച്ചാണല്ലോ 11-ാം അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന അന്ത്യോക്യയിൽ വെച്ച് യേശുവിന്റെ ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായിരുന്നല്ലേ? സ്തോത്രം. ആരാ പേരിട്ടത്? അവര് വിളിച്ചവരല്ല. ആമേൻ. അവരങ്ങനെ പറഞ്ഞില്ല ഞങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന്. പക്ഷെ സമൂഹം പറയുവാൻ തുടങ്ങി. കാരണം അവരെ നോക്കിയപ്പോൾ സമൂഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇവര് ക്രിസ്തുവിനെ പോലെയാണ്. ക്രിസ്തുവിനെ പോലെ അവർ ഇടപെടുന്നത്, ക്രിസ്തുവിനെ പോലെ അവർ സഹിക്കുന്നത്, ക്രിസ്തുവിനെ പോലെയാ അവർ ജീവിക്കുന്നത്, ക്രിസ്തുവിനെ പോലെയാ അവർ മുന്നോട്ട് പോകുന്നത്. എല്ലാം ഇവര് ക്രിസ്തുവിനെ പോലെ ചെയ്യുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സമൂഹം അവർക്ക് ഒരു പേരിട്ടു, ക്രിസ്ത്യാനി. ഇന്ന് നമ്മളെ അഭിമാനം കൊള്ളുന്നവരാണ്. പക്ഷേ നമ്മുടെ അഭിമാനം ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്ത്യാനികളാകരുത്, ക്രിസ്തുവിലായിരിക്കണം. ആ പേരിലായിരിക്കരുത്. ആ പേര് നമുക്ക് സമ്പാദിച്ചു തന്ന ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത്. അവനെ പോലെ ആകണം, അവനെ പോലെ ആകണം. സ്തോത്രം. അവനെയാണ് നമ്മൾ കാണുവാൻ പോകുന്നത്, അവന്റെ അടുക്കിലോട്ടാണ് നമ്മൾ ചെല്ലുവാൻ പോകുന്നത്, അല്ലേ? സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനിവിടെ ഈ മെസ്സേജ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അപ്പൻ ശരിയല്ല, അമ്മ ശരിയല്ല, ചേട്ടന്മാര് ശരിയല്ല, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ നന്നാകാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ കൊച്ചനുജൻ പറയുന്നത്, നിങ്ങൾ ആരുമല്ല ദോഷത്തെ ഗുണമാക്കി മാറ്റുന്നത്. എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ ദോഷത്തെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഗുണമാക്കി മാറ്റുന്ന ഒരു ദൈവമാണ്. ഇന്നും ഞാൻ നിങ്ങളോട് ദോഷം ചെയ്യത്തില്ല, മറിച്ച് നിങ്ങളെ ഞാൻ പോറ്റി പുലർത്തും, നിങ്ങളെ പോറ്റി ഞാൻ രക്ഷിക്കും. അതാ പറയുന്നത്. ഈ മനോഭാവം തനിക്കുണ്ടായിരുന്നോണ്ട് അപ്പോസ്തലപ്രവൃത്തി 7:10 സമയമില്ല, അവൻ അവിടെ ഇങ്ങനെ കാണുന്നത്, ഫറവോന്റെ മുമ്പിൽ വെച്ച് ദൈവം അവൻ എന്ത് കൊടുത്തറിയാമോ? കൃപയും ജ്ഞാനവും കൊടുത്തു. ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചേ. ആമേൻ. സ്തോത്രം. 7:10 അപ്പോസ്തലപ്രവൃത്തി അവിടെ ഇങ്ങനെയാ പറയുന്നത്, എന്നാൽ ദൈവം അവനോട് കൂടെ സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രയീം രാജാവായ ഫറവോന് മുൻപാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവൻ അവനെ മിസ്രയീമിനും തന്റെ സർവ്വഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. And delivered him out of all his troubles, and gave him favor and wisdom in the presence of Pharaoh, king of Egypt, and he made him governor over Egypt and all his house. എന്താ പറയുന്നത്? ദൈവം അവനോട് കൂടെ ഇരുന്നു. ദൈവം കൂടി ഇരിക്കണമെങ്കിൽ നമ്മുടെ മനോഭാവം നന്നായിരിക്കണം, നമ്മുടെ ചിന്താഗതികൾ നന്നായിരിക്കണം, നമ്മുടെ വിചാരങ്ങൾ നന്നായിരിക്കണം. അല്ലെങ്കിൽ ദൈവം കൂടെ ഇരിക്കത്തില്ല. എങ്ങനെ ഇരിക്കുന്നേ? നമുക്ക് വിശുദ്ധി ഇല്ലെങ്കിൽ വിശുദ്ധിയുള്ള ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമോ? ആമേൻ. നമുക്ക് നന്മയില്ലെങ്കിൽ നന്മയുള്ള ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമോ? നമുക്ക് ദയയില്ലെങ്കിൽ ദയയുള്ള ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമോ? നമുക്ക് സഹിഷ്ണുതയില്ലെങ്കിൽ സഹിഷ്ണുതമായി പഠിപ്പിച്ച ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമോ? ഇല്ല. പക്ഷെ ദൈവം അവനോട് കൂടി ഇരുന്നു. എന്നിട്ട് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പിൽ അവൻ ഇത് കൊടുത്തു, കൃപയും ജ്ഞാനവും കൊടുത്തു. ആ റൈറ്റ് മൂമെന്റ് എവിടെ അവൻ എന്ത് കിട്ടണമോ അത് കൃത്യസമയത്ത് ദൈവം അവന്റെ ജീവിതത്തിൽ കൊടുത്തു. കാരണം ഇവന്റെ മനോഭാവം എന്തെന്ന് ദൈവത്തിന് അറിയാം, ഇവന്റെ ചിന്ത എന്തെന്ന് ദൈവത്തിന് അറിയാം. ചേട്ടന്മാരോടുള്ള വൈരാഗ്യമല്ല ഇവന്റെ ഹൃദയത്തിൽ വ്യാപരിക്കുന്നത്, മറിച്ച് ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളാൽ നിറയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് യോസഫ്. അത് ദൈവം കണ്ടപ്പോൾ കൊടുക്കേണ്ടത് സമയത്ത് അവന്റെ ജീവിതത്തിൽ പകർന്നു കൊടുത്തു. അതുകൊണ്ട് അവൻ ദൈവം അവനെ അവിടെ ഉയർത്തുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, സ്തോത്രം. ഞാൻ ഈ മെസ്സേജുകൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു വാക്യം മാത്രം പറഞ്ഞു നിർത്തട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയാവരും. ഞാൻ അവർക്ക് പറഞ്ഞ് ഇവിടെ ഈ മെസ്സേജിന് വിരാമം കുറിക്കുക. അവൻ നമ്മുടെ ജീവിതത്തിൽ ആ യോസഫിന്റെ കാഴ്ചപ്പാട് ഇന്ന് പകൽക്കാലം ഏറ്റെടുത്ത് ഇവിടെ നിന്ന് മടങ്ങുവാൻ ഈ ഡെൻവറിലെ അവൻ ശാലയും ചർച്ചക്കോടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും അവൻ ഇടയാക്കട്ടെ എന്നുള്ള ആശംസയോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് അവൻ വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ദൈവഹിതമെങ്കിൽ നാളെ ഞങ്ങൾ മടക്കി യാത്ര ചെയ്യുമ്പോൾ വീണ്ടും ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദോഷത്തെ ഗുണമാക്കി തീർക്കുന്ന നല്ലൊരു ദൈവം നമുക്ക് ഉള്ളതിനായി ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ 2 ദിവസം ദേവദാസ് നമ്മുടെ ആയിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടാണ് ദൂതീർപ്പാൻ ദൈവക്രമം വന്നു. അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ശാലയും ചച്ചപ്പക്കോടിൻ്റെ നന്ദിയെ ദൈവനാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ദൈവം ഒരു ധാരാളം കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. മടക്ക യാത്രയിലൊക്കെ ദൈവത്തെ സാന്നിധ്യം കൊണ്ട് ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമെങ്കിൽ ആയുസ്വാരോഗ്യം തരങ്ങൾ കർത്താവിന് ഓരോ താമസമെങ്കിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ രൂപേൻ്റെ പിതാവ് പ്രാർത്ഥിച്ച് ദേവദാസ ആശ്രമം നമ്മുടെ യോഗം അവസാനിപ്പിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രങ്ങളെല്ലാ സ്വർഗസ്നായ പിതാവേ, പരിശുദ്ധ ദിവസം ദൈവസന്നിധിയിൽ ഞങ്ങളെ എല്ലാവരും പ്രാവശ്യം കൂടെ കൂട്ടിച്ചേർത്തല്ലോ ദൈവമേ. അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. നല്ല ആലോചനകൾ പകർന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ ദൈവമേ. അതിനായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവം തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം. പൊന്നു കർത്താവേ, സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ സഭയിലെ പൈതങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പാ. നല്ല അവരുടെ വിദ്യാഭ്യാസങ്ങൾ ദൈവം കൂടെ ഇരുന്ന് കാക്കണം. നല്ല കുട്ടികൾ, നല്ല സംസാരങ്ങൾ, നല്ല ചിന്തകൾ തന്ന് അവരെ ബലപ്പെടുത്തുമാറാകണം പിതാവേ. സഭയ്ക്കൊരു കൂട്ടായി ദൈവമേ, സഭയ്ക്കൊരു സാക്ഷ്യമായി, ദേശത്തിനൊരു സാക്ഷ്യമായി പൈതങ്ങളെ തരുമാറാകണം അപ്പാ പിതാവേ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. കോളേജിൽ പഠിക്കുന്ന പൈതങ്ങളെ തരുന്നു പിതാവേ. അവരുടെ വിദ്യാഭ്യാസം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. മാതാപിതാക്കൾക്ക് നല്ല മക്കളായി ദൈവമേ അവരെ വളർത്തി തരുമാറാകണം. പൊന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. യൗവനക്കാരെ തരുന്നു പിതാവേ. സഭയുടെ നെടുന്തൂണ് അവരാണല്ലോ പിതാവേ. അവരെയും ദൈവം കാക്കണം. അവരുടെ കുടുംബങ്ങളെയും ദൈവം കാത്തു പരിപാലിച്ച് അവരെ വഴി നടത്തുമാറാകണം ദൈവമേ. സ്തോത്രം 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 സ്തോത്രം. സീനിയറായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം. ശാരീരികമായ അസ്വസ്ഥയും പ്രയാസങ്ങളും അനുഭവപ്പെടുന്ന പിതാവേ, ദൈവത്തിൻ്റെ കരം നീട്ടണം. രക്തം കൊണ്ട് പൂശി അവരെ പൂർണ്ണ ആരോഗ്യം ബലത്തോടും തരുമാറാകണം പിതാവേ. സ്തോത്രം. സഭയിൽ ഭവനങ്ങളിലായിരിക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം. പൊന്നു കർത്താവേ. സ്തോത്രം 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 പിതാവേ. സ്തോത്രം. ആ കൂട്ടായ്മയുടെ ആരംഭം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരുന്നല്ലോ പിതാവേ. അതിനായി നന്ദിയോടെ സ്തോത്രം. പൈതങ്ങളെ പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം തന്ന കഴിവിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയും ദൈവം താങ്ങി അവരെ ബലപ്പെടുത്തുമാറാകണം അപ്പാ. സ്തോത്രം 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 പിതാവേ. ജോയ് ബ്രദറിനെ ദൈവം കാത്തു പരിപാലിക്കണം. ശാരീരികമായിട്ടുള്ള എല്ലാ അസ്വസ്ഥകളെയും മാറ്റി ഹീൽ ചെയ്ത് ദൈവമേ പൂർവാധികം ശക്തിയോടെ ഞങ്ങളുടെ മധ്യേ കടത്തി ഞങ്ങളെ കൂട്ടായ്മയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം സമയം സന്ദർഭവും തന്ന് അനുഗ്രഹിക്കുമാറാകണം പിതാവേ. അപ്പാ പിതാവേ, ബ്രദറിൻ്റെ മകളും കുഞ്ഞുങ്ങളും ഞങ്ങളുടെ മധ്യമുണ്ട്. അവരെ ദൈവം കാക്കുമാറാകണം അപ്പാ. സ്തോത്രം 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 പിതാവേ. സ്തോത്രം. ഞങ്ങളുടെ പാസ്റ്റർ കുടുംബവും പേരൻസും ദൂരദേശത്തായിരുന്നു. അവർ മടങ്ങി ഭവനത്തിൽ വരുവാൻ ദൈവം ചെയ്ത വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പിതാവേ. സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ മധ്യയുള്ള ദൈവദാസനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ദൈവം കാക്കണം പിതാവേ. ഞങ്ങൾക്ക് തന്ന വചനങ്ങൾ ദൈവമേ വിവരിച്ചു തന്നല്ലോ പിതാവേ. അത് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരുമാറാകണം അപ്പാ പിതാവേ. സ്തോത്രം. ജോയലിനെ ദൈവം കാക്കണം. പൈതൻ്റെ എല്ലാ അസ്വസ്ഥകളും മാറ്റി പൂർണ്ണ ആരോഗ്യത്തോടും ബലത്തോടും തരയണം. അവൻ്റെ വിദ്യാഭ്യാസം തുടർന്ന് നടക്കുവാൻ ദൈവം അനുഗ്രഹിക്കുമാറാകണം പിതാവേ. സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ഈ കൂട്ടായ്മ ലീഡ് ചെയ്യുവാൻ ദൈവമേ ദാസനത്തിന് കരത്തിൽ താങ്ങിയല്ലോ പിതാവേ. തോമസ് ബ്രദറിനെയും ദൈവം കാത്തു പരിപാലിക്കണം. ഇന്നും ധാരാളമായി ദൈവം അനുഗ്രഹിക്കുമാറാകണം അപ്പാ പിതാവേ. സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അനുഗ്രഹത്തോടെ ഇപ്പോൾ ആയിരിക്കാം
അടിയാരെ യഹോവായേ മനസ്സലി ഉടയ മഹോന്നത ഹരനേ വന്ദനം നിനക്കാമേ മനസ്സലി